ഫിലിമിന്റെ വൺ ലൈൻ പറയുവാണെങ്കിൽ കഥാനായികയായ ലൂസി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വെക്കേഷൻ ചില്ല് ചെയ്യാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ വീട്ടിൽ പെട്ടുപോകുന്നു. ഇവർക്ക് വെളിയിൽ ഇറങ്ങണമെങ്കിലോ ഒരു ചിമ്പാൻസിനെ കടന്നു വേണം പോകാൻ. ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന സിനിമയാണ് 2025 ഇറങ്ങിയ പ്രൈമേറ്റ്. പടം അടിപൊളി വെറൈറ്റി കഥ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും നല്ല നീറ്റ് ആയിട്ട് എടുത്തു വെച്ചു. ഫിലിമിന്റെ തുടക്കത്തിൽ തന്നെ ലൂസി പ്ലെയിനിൽ വെച്ച് കൂട്ടുകാരിയായ കേറ്റിനെ കാണുന്നു. അവരുടെ ഇടയിലേക്ക് മൂന്നാമത് ഒരാളും കൂടെ വരുന്നുണ്ട്, അതാണ് ഹന്ന. ഹന്ന ശരിക്കും കേറ്റിന്റെ കൂട്ടുകാരിയാണ്. ഈ ലൂസിയുടെ വീട് ഒരു ക്ലിഫിലാണ്, നല്ല രസമാണ് വീട് കാണാൻ. അപ്പൊ കേറ്റ് ചുമ്മാ ഹന്നനെ കൂട്ടിനെ വിളിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അവർ എയർപോർട്ടിലെത്തി. അവിടെ പിക്ക് ചെയ്യാൻ വരുന്നത് കേറ്റിന്റെ ബ്രദർ നിക്കാണ്. ഇവർ 4 പേരും കൂടിയാണ് ലൂസിയുടെ വീട്ടിലോട്ട് പോകുന്നത്. ചെല്ലുമ്പോൾ തന്നെ ലൂസിയുടെ അച്ഛൻ ആദമിനെ കാണുന്നുണ്ട്. ആദമിന് മിണ്ടാൻ പറ്റത്തില്ല, അതുകൊണ്ട് കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചാണ് സംസാരിക്കുന്നത്. അതുമല്ല, ഒരു ഫേമസ് നോവലിസ്റ്റും കൂടെയാണ്. ഈ കേറ്റും നിക്കും ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് ആദമിന് അറിയാം. ഹന്നയായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ലൂസി ചെല്ലുന്ന നേരെ അനീത്തിയുടെ റൂമിലോട്ട്. അനീത്തിയുടെ പേരാണ് എറിൻ. എറിൻ ചെറിയ പിണക്കത്തില്ല ലൂസിയോട്, കാരണം ലൂസിയുടെ അമ്മ മരിക്കുന്ന 1 വർഷം മുമ്പാ. അപ്പ വീട് വിട്ടുപോയത്. അതിനുശേഷം ഇപ്പോഴാണ് ലൂസി വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പിണക്കം ഉണ്ട് അനീതിക്ക്. ഇപ്പം ലൂസിയുടെ കയ്യിൽ ഒരു ടെഡി ബിയർ ഇരിപ്പുണ്ട്. അത് ആദ്യം തൊട്ടേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എറിനോട് പറയുന്നുണ്ട്, ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി കൊണ്ടുവന്നു. അത് പറഞ്ഞു തീരുന്ന മുമ്പ് അത് തട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട്. ആരാ നോക്കുമ്പോൾ ഇവരുടെ പെറ്റായ ചിമ്പാൻസിയാ. അതിന്റെ പേരാണ് ബെൻ. ബെന്നിന് ആക്ച്വലി ഇവരോട് സംസാരിക്കാൻ പറ്റും. കാരണം ഇവരൊരു ടാബ് ഉണ്ട്, ആ ടാബിൽ ഓരോ സിമ്പിൾ ഉണ്ട്. അത് ഞെക്കുമ്പോൾ ഓരോരോ വേർഡ്സാ. അപ്പൊ അങ്ങനെ ബെൻ ഇവരോട് സംസാരിക്കും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഇവരെല്ലാം കൂടി റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബെൻ ആ റൂമിലോട്ട് കയറി വരും. അപ്പം ബാക്കിയുള്ളവരെല്ലാം നേരത്തെ കണ്ടിട്ടുണ്ട്. ഹന്നെ ആദ്യമായിട്ട് കാണുന്നത്. ഹന്നെ ആദ്യം പേടിക്കുന്നുണ്ടെങ്കിലും പിന്നെ അതായിട്ട് കമ്പനിയാവും. അതൊക്കെ കഴിഞ്ഞ് നിക്കും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ചെറിയൊരു ക്ലോസ് ആവുന്നുണ്ട്. നിക്ക് ശരിക്കും ലൂസിയുടെ നേരത്തെ ബോയ് ഫ്രണ്ട് ആയിരുന്നു, ഇപ്പൊ ബ്രേക്കപ്പ് ആയി. വീടൊക്കെ ചുറ്റി കാണാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ പുറവശത്തായിട്ട് ഇവരുടെ സ്വിമ്മിംഗ് പൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരുടെ വീട് ഒരു ക്ലിഫിന് സൈഡിലായിട്ടാണ്. അപ്പൊ ഇവരുടെ സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞാൽ നേരെ താഴെ കടലാ. അപ്പൊ അവിടെ സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബെൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, വെള്ളത്തെ ഇങ്ങനെ നോക്കും. അപ്പൊ ഹന്ന നേരത്തെ ഒന്ന് പരിചയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പെട്ടെന്ന് ബെന്ന് ഇവളുടെ കയ്യെ കയറി പിടിച്ച് ഞെരിക്കും. ഇവള് വേദന എടുക്കുന്ന ബെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആദം വന്നൊരു പിസിലടിക്കുമ്പോൾ ബെന്ന് വിടും. അപ്പൊ ആദം പറയുന്നുണ്ട്, സ്ട്രേഞ്ചേഴ്സിനോട് ഇവൻ ചിലപ്പോൾ ഇങ്ങനെ വിയേഡായിട്ട് പെരുമാറും, അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അവനെ കൂട്ടിലോട്ട് കൊണ്ടാക്കും. അപ്പൊ കൂട്ടിലോട്ട് കൊണ്ടാക്കാൻ നേരത്ത് ആദം ഇങ്ങനെ നോക്കുമ്പോൾ അവന്റെ ദേഹത്തൊരു മുറിവ് എന്തോ കടിച്ചു. അപ്പം എന്നാ നോക്കുമ്പോൾ അതൊരു കീരിയായിരുന്നു. അതിനെ ബെന്നെ അടിച്ചു കൊല്ലുകയും ചെയ്തു. അപ്പം അത് ഈ മുറിവ് ഇൻഫെക്ഷൻ ആവണ്ടല്ലോ എന്ന് ഓർത്ത് ആദം ഡോക്ടറിനെയും വിളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ജോലിയുടെ കുറച്ച് അത്യാവശ്യം കാണാൻ ആദം വീട്ടിലില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉള്ളു വരത്തുള്ളൂ. അപ്പം ഇവർ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് കുറച്ച് ചില്ല് ചെയ്യുന്നുണ്ട്. അപ്പം പ്ലെയിനിൽ വെച്ച് 2 അമ്മമാരെ കണ്ടായിരുന്നു. അമ്മമാരെ ചുമ്മാ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അമ്മമാർ വരുമെന്നൊന്നും ഓർക്കുന്നില്ല, എന്നാലും ചുമ്മാ ക്യാഷ്വലായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആദം വീട്ടിലില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എല്ലാം വെള്ളം നല്ലതായിട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കേറ്റ് അവിടെ ഛർദ്ദിക്കും. അപ്പം ലൂസി കേറ്റിനെ കൊണ്ട് അവിടെ കൊണ്ട് കടത്തും. ആ സമയത്താണ് മറ്റേ ആദം നേരത്തെ കുത്തിവെക്കാൻ വേണ്ടി ഡോക്ടറിനെ വിളിച്ചെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഒരു പുള്ളി വരുന്നുണ്ട്. എപ്പോഴും ബെന്നിനെ കുത്തിവെക്കാൻ വരുന്ന ആ പുള്ളിയാണ്. അപ്പം ഇപ്പൊ വരുമ്പോൾ ബെൻ ഒരുമാതിരി വിചിത്രമായി പെരുമാറുന്നു. ഈ ഡോക്ടറെ കാണുമ്പോൾ ഓടിപ്പോയി കൂട്ടി വിളിക്കുന്നു. അപ്പോൾ ഡോക്ടറെ നോക്കാൻ വേണ്ടി കൂട്ടിനെടുത്തോണ്ട് വരുമ്പോൾ ഡോക്ടറിനെ വലിച്ചു കൂട്ടിനകത്തോട്ടിട്ട് അടിച്ച് അവിടെ വെച്ച് കൊല്ലും. ഇതൊന്നും ആരും കാണുന്നില്ല, കാരണം രാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉറക്കായിരുന്നു. ഒന്നാമത് വെള്ളം കൂടെ, അപ്പം ശബ്ദമൊന്നും കേൾക്കുന്നുമില്ല. കേറ്റ് രാത്രി എണീറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോൾ ബെൻ അവിടെ ഒരുമാതിരി വല്ലാതെ നിൽക്കുന്നു. അപ്പം സാധാരണ ബെന്നി കേറ്റിനെ കാണുമ്പോൾ ഒരു നോർമൽ രീതിയിലാണ് പെരുമാറുന്നത്. വലിയതല്ല, ഇവരെ നേരത്തെ പരിചയമുണ്ടല്ലോ. ഇപ്പം അങ്ങനെയല്ലോ, ഏതാണ്ട് ഒരു ശബ്ദമൊക്കെ വെച്ച് എടുത്തിട്ട് വരും. ഈ ബഹളമൊക്കെ കേട്ട് ലൂസി പെട്ടെന്ന് താഴോട്ട് വരും. അപ്പോൾ അവിടെ ബെന്നിനെ കാണാനില്ല. ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പം പുറകെ സ്വിമ്മിംഗ് പൂളിന് അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നത്, ഹന്നയുടെയും നിക്കിൻ്റെയും. അപ്പോൾ ഇവർ ഓടി ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി നിൽക്കുക ബെന്നിന് എന്നാ പറ്റിയാന്ന് അറിയത്തില്ല, കാരണം ബെന്നി ഇങ്ങനെ പെരുമാറുന്നതല്ല. ലൂസി എടുത്തോട്ട് വരുമ്പോൾ ഒരു പൊടിക്കൊന്ന് സമാധാനപ്പെടുന്നുണ്ട്. ആ സമയത്ത് ലൂസി കഴുത്തെ കൂടെ ഒരു കയറിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിയിടും, കാരണം ഇവരെ ആക്രമിക്കാൻ വരുമല്ലോ, എന്തെങ്കിലും ചെയ്താലോ. അനീത്തി അവിടെയോട്ട് ഇറങ്ങി വരും. അനീത്തി പറയുന്നുണ്ട് അച്ഛനെയോ ലാംബോർഗിനെയോ വിളിക്കണം. ലാംബോർഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൊല്ലപ്പെട്ട ഡോക്ടർ. അത് ഇവർ അറിഞ്ഞിട്ടില്ല പുള്ളി കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇവർ ആദ്യം ആ പുള്ളിയുടെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ ബെന്നിന്റെ കൂടിനോട് നിന്ന് ശബ്ദം കേൾക്കുന്നു. ഇവർക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി, എന്തോ പന്തികളുണ്ടെന്ന്. ആ സമയത്ത് എറിൻ അവിടെ എടുത്ത് നിൽക്കുമായിരുന്നു. എറിന്റെ ദേഹത്തോട് വന്ന് എറിന്റെ കാലം അങ്ങ് കടിക്കും. എല്ലാവരും കൂടെ വന്ന് പിടിച്ചു മാറ്റും. ബെന്നിനെ പിടിച്ചു മാറ്റും. ഇവർക്ക് വെളിയിലോട്ട് പോകാനാണ് ബെന്ന് വിടുന്നുമില്ല. ഇവരെല്ലാം കൂടെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങും, കാരണം അതിന് നീന്താൻ അറിയത്തില്ല. സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഹന്ന ഒരു കാര്യം പറഞ്ഞുണ്ട്, ഇനി ബെന്നിന് റാബിസ് എങ്ങാനും പിടിപെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതാകും. സംഭവം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ബെന്നിനെ കടിച്ച ആ കീരിനെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നുണ്ടായിരുന്നു ആദം. അപ്പോൾ അവർ റിസൾട്ട് കുറിച്ച് പറയുമ്പം ആ കീരിക്ക് റാബിസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദം പറയുന്നുണ്ട്, അതിന് ചാൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോതായിരിക്കും, ഒന്നും കൂടി ചെക്ക് ചെയ്യും. പക്ഷേ ബെന്നിൻ്റെ ഇപ്പോഴത്തെ വയലൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം കാണുമ്പോൾ ഏകദേശം ഉറപ്പായി ബെന്നിന് റാബിസ് ആണ്. അപ്പം നിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഇനി നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ബെന്നിനെ ഉന്തി വിടണം. ബെന്ന് സ്വിമ്മിംഗ് പൂളിലെ മറ്റേ അറ്റത്ത് വന്നിരിക്കുന്നത്, അതായത് അതിൻ്റെ താഴെ കൊക്കയാണ്, അതായത് അടി പാറക്കല്ലും ഇതൊക്കെയാണ്. നീന്തി സ്പീഡിൽ വന്ന് ബെന്നിനെ പിടിച്ച് ഒറ്റ ഉന്ത്. ബെന്ന് താഴെ പോയെന്ന് ഓർക്കുന്നത്, എന്നാൽ പോയില്ലായിരുന്നു, സൈഡിൽ പിടിച്ചു കിടപ്പുണ്ടായിരുന്നു. ബെന്നി പെട്ടെന്ന് വന്ന് നിക്കിനെ എടുത്ത് താഴോട്ട് ഒറ്റ കയറും. നിക്ക് താഴോട്ട് വീണ് തലയിൽ നിടിച്ച് അവിടെ തീരും.
അവർക്ക് ഇത് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന വെപ്രാളത്തിൽ അവർ ഫോണും കൂടെ നിലത്തിട്ടിട്ട് ഇറങ്ങി. ഇനി ഫോൺ എടുത്താലുള്ള ആരെങ്കിലും വിളിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ തിരിച്ച് ഫോൺ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ബെന്നി കറങ്ങി തിരിഞ്ഞ് അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇവരെ വെളിയിറങ്ങാൻ സമ്മതിക്കുന്നില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും ലൂസി പറയുന്നുണ്ട് ഞാൻ കരയ്ക്ക് കയറി ഫ്ലോട്ട് എടുക്കാമെന്ന്. ഇത്രയാണെന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുടിക്കുന്നത്, കാല് കഴിക്കത്തില്ല. അതുമല്ല എറിൻ്റെ കാല് മുറിഞ്ഞ് ഒത്തിരി ചോര പോകുന്നുണ്ട്. ലൂസി പതിയെ കരയ്ക്കേറിയ ഫ്ലോട്ട് എടുത്ത് അവരുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ ഫോൺ ബെന്നിന് ചോട്ടി കിടപ്പുണ്ട്. ലൂസി പതിയെ അനങ്ങാതെ ബെന്നിൻ്റെ അടുത്തോട്ട് ചെന്ന് അത് എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കോള്. അപ്പോൾ ബെന്നിൻ എന്തോ ട്രിഗർ ആവും. ദേഷ്യപ്പെട്ട് ലൂസിനെ ആക്രമിക്കാണ്ട് വരുമ്പം പെട്ടെന്ന് കേറ്റ് കരയിൽ കയറിയിട്ട് ശ്രദ്ധ തിരിക്കും. ആ സമയത്ത് തക്കം നോക്കി ലൂസി ഫോൺ എടുത്തുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടും. ഫോണിൽ എമർജൻസി നമ്പർ വിളിക്കാൻ നോക്കുമ്പോൾ അത് പറ്റുന്നില്ല. ഫോൺ പൊട്ടിയോണ്ട് അവിടെ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ റീസൺ കോൾ വിളിക്കുമ്പോൾ എടുക്കുന്നതോ മറ്റോമാർ രണ്ടോമാരെ ഞാൻ പറഞ്ഞില്ല നേരത്തെ വിളിച്ചായിരുന്നെന്ന് അമ്മമാർ വിളിക്കുന്നത്. അമ്മമാർ എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഹെൽപ്പ് എന്ന് ഇവർ പറയുമ്പം അമ്മമാർ ചുമ്മാ തമാശ രീതിയിലാണ് എടുക്കുന്നത്. ആ സമയത്ത് പൊക്കത്തൂടെ ആ ബെന്നു വന്ന് ഹന്നാടെ മുടിയെ പിടിച്ച് വലിച്ച് പൊക്കും. അപ്പോൾ ആ മുടി അത്രയും വശത്തുനിന്ന് അങ്ങ് പറഞ്ഞു പോകും. എറിൻ്റെ കാല് മുറിഞ്ഞ് ഹന്നാടെ മുടി പോയി. ആ ഫ്ലോട്ടുള്ളതുകൊണ്ട് ഇവർ അതേ പിടിച്ച് കിടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി ഇവർ കണ്ണു തുറക്കുമ്പോൾ ബെന്നിനെ കാണുന്നില്ല. അപ്പോൾ ലൂസിയും കേറ്റും പതിയെ കയറി പൊക്കത്ത് ടാബ് കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എമർജൻസി വിളിക്കാന്നോർത്ത് പതിയെ കയറി ചെന്ന് ടാബ് കുത്തിയിട്ടെടുത്ത് ടാബ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ലൂസി അറിയാതെ കയറി റിമോട്ട് അവിടെ കിടപ്പുണ്ട്. അത് കയറി ചോട്ട് TV ഓണാവും. ഇത് കേട്ട് എവിടുന്നോ ബെന്ന് ഒച്ച വെച്ചോണ്ട് വരുന്നുണ്ട്. ലൂസിയും കേറ്റും പതിയെ അലമാരിക്കകത്ത് കയറി അങ്ങ് ഒളിച്ചിരിക്കും. അപ്പോൾ ബെന്നോടെ ഒന്നെല്ലാം തപ്പുന്നുണ്ട് ഇവരെ. അപ്പം അലമാരിയുടെ അവിടെ നിന്ന് ഇവർ പേടിച്ച് എന്ത് സാധനം തട്ടിയിടും. അപ്പം ഈ ശബ്ദം കേട്ട് ബെന്ന് അലമാരിയെല്ലാം തല്ലിപ്പൊളിച്ച് എടുത്തൊന്ന് നോക്കും. അപ്പോൾ അവരെ കാണത്തില്ല. അവർ ഏറ്റവും മൂലിക്കോട്ട് പോയത് നിൽക്കുന്നത്. അപ്പോൾ ഈ ബെന്ന് പതിയെ മാറിപ്പോടുന്നു. അപ്പം ബെന്ന് പോയെന്നോർത്ത് ലൂസി പതിയെ ഇറങ്ങി ആ ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പൊക്കത്തിങ്ങനെ നിൽപ്പുണ്ട് ബെന്നപ്പം സംസാരിക്കുന്നുണ്ട് മറ്റേ ടാബ് വെച്ച് ലൂസി ബാഡ് എന്ന് പറഞ്ഞു. മറ്റേ ടാബ് ഞാൻ പറഞ്ഞില്ല സിമ്പിൾ വെച്ച് സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പം ചാടി ലൂസിയുടെ പുറത്തോട്ട് വേണ്ടി ലൂസിക്കിട്ട് നല്ല രണ്ടടി ഓടിക്കും. അപ്പോൾ കേറ്റ് ഒരു കമ്പി കൊണ്ട് അടിച്ച് ബെന്നിനെ അങ്ങോട്ട് മാറ്റും. ഈ സമയത്ത് അവർ മാറി ഡോറും കടക്കും. ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഡോർ, അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അപ്പോൾ ബെന്ന് പതിയെ പുറകോട്ട് പോകുന്നു. അപ്പോൾ ലൂസിക്ക് മനസ്സിലായി ഇത് പൊട്ടിക്കാനെന്ന്. ലൂസി പറയും കേറ്റിനോട് ഓടിക്കുമെന്ന്. ഇവർ ഓടും. അപ്പോഴത്തേക്കും ബെന്ന് ചില്ല് പൊട്ടിച്ച് ഇവരെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ കേറ്റ് സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴിക്ക് അങ്ങ് മോന്തിടിച്ച് വീഴും. കേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ബെന്ന് അടുത്തെത്തി. ബെന്നെ ഒരു പാറക്കല്ല് ഇരിപ്പുണ്ട്. ആ സമയത്ത് ലൂസി തിരിഞ്ഞു നോക്കുമ്പോൾ കേറ്റിനെ കാണുന്നില്ല. അപ്പോൾ ലൂസി തിരിച്ച് ഓടി വരുമ്പം ബെന്ന് പാറക്കല്ല് വെച്ച് കേറ്റിൻ്റെ തല അടിച്ചങ്ങ് പൊട്ടിക്കും. ലൂസി നോക്കി നിന്ന് കാറിക്കൊണ്ടിരിക്കുന്നല്ല ഒന്നും ചെയ്യുന്നില്ല. സ്വാഭാവികം. ലൂസി തിരിച്ച് ഓടി വരും സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ ലൂസിയുടെ ദേഹത്തോട്ട് ബെന്നി ചാടി വീഴും. എന്നിട്ട് ലൂസിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പോകുമ്പം ഹന്ന പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് കയറി വരും. എന്നിട്ട് നേരത്തെ അവിടെ കിടക്കുന്ന കയറെടുത്ത് ബെന്നിൻ്റെ കഴുത്തിലോട്ട് ഇടും. എന്നിട്ട് വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങി വലിക്കും. അപ്പോൾ ആ സമയത്തേക്ക് ലൂസിയും കൂടെ വന്ന് വലിക്കും. രണ്ടുപേരും കൂടെ വലിക്കും. ബെന്നി ഇതിനെ വലിച്ച് വെള്ളത്തിൽ ഇട്ടാൽ അതിനെ കൊല്ലാം. കാരണം അതിനെ നീന്തൽ അറിയത്തില്ല. വെള്ളത്തിലായതുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് കയറ് തെന്നിപ്പോവും. ഇവർക്ക് കൊല്ലാനുള്ള ബെസ്റ്റ് ചാൻസ് ഇവിടെ നഷ്ടപ്പെട്ട. ബെന്നി തിരിച്ചാ കയറ് വലിച്ചങ്ങിടും. ബെന്നി മോന്തക്ക് ചോരയൊക്കെ ഒലിച്ച് ഒരുമാതിരി ഒരു നോട്ടം ഇവരെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് മറ്റേ രണ്ടവന്മാർ വരുന്നത് വീട്ടിലോട്ട്. ഇതൊന്നും അറിയുന്നില്ല അവന്മാർ വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അതിൽ ഒരുത്തം പറയും എനിക്ക് വേണ്ടി പൊക്കത്ത് ചിലപ്പോൾ നമുക്ക് വേണ്ടി അവർ കാത്തിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് നേരെ പൊക്കത്തോട്ട്. അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു ബെന്ന്. അവനങ്ങ് കട്ടിലങ്ങ് കടത്തി വായങ്ങ് വലിച്ചങ്ങ് കീറും. ഇതിനിടയ്ക്ക് ആദം കുറെ വട്ടം ലൂസിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ലൂസിന് കിട്ടുന്നില്ല. അപ്പോൾ എന്തോ പന്തികേട് തോന്നി ആദം വീട്ടിലോട്ട് വരുന്നുമുണ്ട്. മെറ്റോ മരിച്ച കാര്യമൊന്നും താഴെ നിൽക്കുന്നവൻ അറിഞ്ഞില്ല. അപ്പോൾ അവനോട് നിൽക്കുമ്പം ലൂസിയും കേറ്റും ഒക്കെ സ്വിമ്മിംഗ് പൂളിൽ അവനോട് നിൽക്കുന്ന കാണുന്നുണ്ട്. അപ്പോൾ അവനോട് പറയുന്നുണ്ട് ചിമ്പാൻസി വേഗം പോലീസിനെ വിളിക്കാൻ. ഇവനത് മനസ്സിലായി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും വൈകിപ്പോയിരുന്നു. കാരണം അവൻ ബെന്ന് പുറകെ വന്നായിരുന്നു. അവനെ അടിച്ചു കൊല്ലും. അപ്പോൾ ഹന്ന പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ട് കീ എടുത്തുകൊണ്ട് പോയി കാറിനകത്ത് കയറി. അപ്പോൾ രക്ഷപ്പെട്ടെന്ന് ഓർക്കും. ഹന്ന അങ്ങോട്ട് കയറി താക്കിലിടാൻ നോക്കുമ്പോഴാണ് ഇപ്പോൾ വന്നില്ല രണ്ടാമന്മാർ. അമ്മാരുടെ വണ്ടിയായിരുന്നു. ലൂസിയുടെ ഒക്കെ വണ്ടി തൊട്ടപ്പുറത്ത് നടക്കുന്നത്. അപ്പോൾ അവള് ഹന്ന ഇറങ്ങി മറ്റേ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ബെൻ അവൾ ഓൾറെഡി വന്നിരുന്നു. ഇവള് തിരിച്ചു കയറി വണ്ടി ലോക്കാക്കി അകത്തിരിക്കും. ഈ സമയത്ത് ഹന്ന പെട്ടെന്ന് എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്ത് അവർ ഫോൺ എടുക്കുമ്പോൾ ഹന്നയ്ക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ അഡ്രസ്സ് അറിയത്തില്ല. അപ്പോഴത്തേക്കും അവൻ്റെ കീ വെച്ച് ബെന്ന ഡിക്കി അങ്ങ് തുറക്കും. ബെന്ന് വരുന്നതുകൊണ്ട് ഹന്ന ഇറങ്ങി ഓടാൻ വേണ്ടി നോക്കും. പക്ഷെ പറ്റത്തില്ല. ഹന്നനെ വലിച്ചകത്തോട്ടിട്ട് കഴുത്ത് കടിച്ചു പറിച്ചെടുക്കും. അങ്ങനെ ഹന്നെ അവിടെ വെച്ച് മരിക്കും. അപ്പോൾ ബാക്കിയുള്ളത് ലൂസിയും എറിനും മാത്രമേ ഉള്ളൂ. അവർ സ്വിമ്മിംഗ് പൂളിൽ എപ്പോഴും. എറിൻ്റെ കാലിൽ നിന്ന് കുറേ ബ്ലഡ് പോയി. ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതുകൊണ്ട് ലൂസി വേറെ വഴിയില്ലാതെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി മേളിലോട്ട് പതിയെ നടന്നു വരും. പതിയെ നടന്നു വരുന്ന വഴിക്ക് അവിടെ ചില്ല് പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. അത് ലൂസി കാണത്തില്ല. അതിൽ കയറി ചവിട്ടുന്ന വഴിക്ക് കയറുമ്പോൾ ലൂസി ഒന്ന് അലറും. പെട്ടെന്ന് വാകുത്തി പിടിക്കും. അപ്പോഴത്തേക്കും ബെൻ അവിടെ എത്തി. ഈ സമയത്ത് ആദം അവിടെ വരുന്നുണ്ട്. ആദം ഇതൊന്നും അറിയുന്നില്ലല്ലോ. ആദം സാധാരണ വീട്ടിലോട്ട് വരുന്ന പോലെ കയറി വരുന്നുണ്ട്. അപ്പോൾ ബെന്ന് നേരെ ലൂസിനെ വിട്ടേച്ച് ആദമിൻ്റെ അടുത്തോട്ടിയല്ലോ. അപ്പോൾ ആദമിൻ്റെ പുറകെ വന്ന് ബെന്ന് നിപ്പുണ്ട്. അലറിക്കൊണ്ടാണ് വരുന്ന ബെന്ന്. പക്ഷേ ആദമിന് ചെവിയാക്കത്തില്ല. ബെന്നിന്റെ പുറയിലാണ് ലൂസി ഓടിയെത്തി. അപ്പോഴത്തേക്കും ആദമിനോട് പറയാൻ വേണ്ടി ഇങ്ങ് വരുമ്പോൾ ബെന്ന് നേരെ ഓടി ലൂസിയുടെ അടുത്തോട്ടുണ്ട്. ലൂസി ഓടി കട്ടിലടി പോയി കയറും. കട്ടിലിനടിയിൽ നിന്ന് വലിച്ച് ബെന്നിട്ടിട്ട്
വലിച്ചിട്ടിട്ട് ബെന്നി പെട്ടെന്ന് നോർമലായിട്ട് പണ്ടത്തെ പോലെ പെരുമാറും. അപ്പൊ ഈ ലൂസി പൊട്ടിയാണോ ഇത്രയും പേരെ കൊല്ലുന്നുണ്ട്, എന്നിട്ട് ഈ പെട്ടെന്ന് ഇങ്ങനെ നോർമൽ ആവുമോ? ലൂസി പെട്ടെന്ന് ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ ചെല്ലും. ബെന്നി പിടിച്ച് ഒറ്റ ഓടി. ബെന്നിനെ ചവിട്ടി മാറ്റിയിട്ട് പിന്നെ ലൂസി കെട്ടിൻ്റെ അടിയിലോട്ട് വീഴുന്നു. അപ്പോഴത്തേക്ക് എറിൻ അവിടെ വന്നിട്ട് എന്റെ ചേച്ചിയെ വെറുതെ വിടുന്നു പറയും. അപ്പൊ ബെന്നി നേരെ എറിന്റെ പുറകിലോട്ട് ഓടും. അപ്പം പെട്ടെന്ന് ലൂസിയും വെളിയിലോട്ട് ഇറങ്ങി ഓടും, അല്ലെ എറിന് കൊല്ലും. എറിനെ അപ്പൊ പോയി പിടിച്ച് പുറകെ അങ്ങ് മാന്തും ബെൻ. അപ്പോഴത്തേക്ക് ലൂസി ഒന്ന് പിടിച്ചു മാറ്റും. ഈ സമയം നേരത്തെ കൊന്നിട്ടവന്റെ ബോഡി ആദമ പൊക്കത്തുനിന്ന് കണ്ട് ബെന്നി ലൂസിയുടെ വായി കൈയിട്ട് വലിച്ചു കീറാൻ നോക്കും. ഈ സമയത്തേക്ക് ആദം വന്ന് പിസിലടിക്കും. അല്ലായിരുന്ന ലൂസിനെ ഇപ്പൊ കൊന്നേനെ. അപ്പൊ കുറച്ചു നേരത്തേക്ക് ബെന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ലൂസി പെട്ടെന്ന് മാറും. അപ്പോഴത്തേക്കും ബെന്ന് ഓട്ടി വന്ന് ആദമിന്റെ കാലയും കെട്ടിക്കും. ആദം നല്ല കൊടുക്കുന്നുണ്ട്, പക്ഷെ ബെന്നൊന്നും ഏക്കുന്നൊന്നുമില്ല. ആദമിനെ അടിച്ച് നിലത്തോട്ടിടും. എന്നിട്ട് നേരെ ലൂസിയുടെ അടുത്തോട്ട് വരും. ലൂസി അപ്പൊ അവിടെ ഇരിക്കുന്ന പിക്കാസ് എടുത്ത് ഒറ്റയടി, രണ്ടാമത്തെ അടിക്ക് പിക്കാസ് അടി. പിന്നെ ലൂസി നേരെ വരുമ്പോ ആദമ പുറകീന്ന് വന്ന് എഴുന്നേറ്റ് വന്ന് ബെന്നിനെ പിടിക്കും. ബെന്നി ആദമിനെ നിലത്ത് കടത്തി അടിക്കും, തലയിട്ട് ഭിത്തിക്കിട്ട് ഇടിപ്പിക്കും. അപ്പോഴത്തേക്കും ആദമിന് ബിയർ കുപ്പി കിട്ടി. അത് പൊട്ടിച്ചിട്ട് ബെന്നിന്റെ വയറ്റിലോട്ട് ഒറ്റ കയറ്റി. മരിച്ചെന്ന് അവരോർക്കുന്നത്, എന്നാൽ അങ്ങനെയല്ല. ബെന്നി പതിയെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇത് ലൂസി കണ്ടായിരുന്നു. ബെന്നി നേരെ ഓടി അവരുടെ അടുത്തോട്ട് വരും. ലൂസി ഇത് കണ്ടായിരുന്നു. ലൂസി എറിനെയും ആദമിനെ പിടിച്ച് രണ്ട് സൈഡിലോട്ട് ഉണ്ട്. ബെന്ന് ലൂസിനെ ആയിട്ട് എടുത്ത് താഴോട്ടൊരു ചാടും. ഭാഗ്യത്തിന് ആദം കയറി ലൂസിയുടെ കയ്യെ പിടിക്കും. ബെന്നി താഴെ പോയി വീണ് മരിക്കുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പോലീസും ആംബുലൻസും